ഹലോ ഓൾ, വെൽക്കം ടു സ്വസ്തി. അപ്പോൾ ഞായറാഴ്ചയായിട്ട് എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ, രണ്ട് അമ്മമാരെയും കൂട്ടി രണ്ട് ക്ഷേത്രങ്ങളിലൊന്ന് പോയേക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അച്ഛനുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ കൂടെ. ഞങ്ങളൊരു 6-6:30 ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഞങ്ങളുടെ പ്ലാനിൽ തൊടിക്കുളം ക്ഷേത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ തിരിച്ചു വരുമ്പോഴാണ് എന്നാൽ പിന്നെ തൃക്കൈയിൽ കൂടെ ഒന്ന് കയറിയാലോ എന്ന് ആലോചിക്കുന്നത്. രാവിലെ തന്നെ ആയതുകൊണ്ട് തന്നെ റോഡിലധികം വണ്ടികളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ കൂളായിട്ട് കാമായിട്ട് ഞങ്ങൾക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റി. ഞങ്ങൾ ആദ്യം പോകാൻ പ്ലാൻ ചെയ്തത് ചിറ്റാരിപ്പറമ്പുള്ള തൊടിക്കുളം ശിവക്ഷേത്രത്തിലായിരുന്നേ. അപ്പോൾ ഏകദേശം കണ്ണവം ഒക്കെ കഴിയുമ്പോഴത്തേക്ക് തന്നെ കോട ഇറങ്ങിയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളായി. ചുമർചിത്രകല കൊണ്ട് പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രമാണ് ഞങ്ങളീ പോകാൻ നിൽക്കുന്ന തൊടിക്കുളം ശിവക്ഷേത്രം. കണ്ണവത്ത് നിന്ന് ഏകദേശം 2 കിലോമീറ്റർ അകലം മാത്രമേ ഇവിടത്തേക്കുള്ളൂ. കേരള പുരാവസ്തു വകുപ്പിൻ്റെ കീഴിൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് ഇത്. ഇവിടെയുള്ള ചുമർചിത്രങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൈവ ഛായക്കൂട്ടുകൾ ഉപയോഗിച്ച് വരച്ചതാണ്. 16-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ഈ ക്ഷേത്രത്തിന് പഴശ്ശിരാജയുടെ കുടുംബമായിട്ടും ബന്ധമുണ്ടെന്നാണ് ചരിത്രം. കോട്ടയം രാജവംശത്തിന് ചുമർചിത്രകലയോടുണ്ടായ അഭിനിവേശം നമുക്ക് ഈ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ എന്നത്തെയും പോലെ തന്നെ നല്ല ലൊക്കേഷൻ കണ്ടപ്പോൾ അവിടുന്ന് വീഡിയോ എടുക്കാൻ എന്ന ചിന്തയിലായിരുന്നു. പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ക്യാമറ അലൗഡും അല്ല. ഞങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് തന്നെ തൊഴുതിറങ്ങി പ്രദക്ഷിണം വെക്കാൻ തുടങ്ങുമ്പോഴും അമ്മമാരും അച്ഛനും കൂടെ വഴിപാട് കൗണ്ടറിലായിരുന്നു. വൃശ്ചികത്തോടടുത്തോണ്ടാന്ന് തോന്നുന്നു സ്വാമിമാരുടെ നല്ല തിരക്ക് അമ്പലത്തിലുണ്ടായിരുന്നു. നല്ല ലൊക്കേഷൻ കിട്ടിയപ്പോൾ ഞങ്ങൾ അവിടുന്ന് 2 വീഡിയോസ് എടുത്തിട്ടുണ്ടായി. അങ്ങനെ അമ്മമാർ രണ്ടുപേരും വഴിപാടിൻ്റെ പ്രസാദം വാങ്ങിക്കാൻ പോയപ്പോൾ അവരെയും കാത്തിരിക്കുന്ന ഞങ്ങളുടെ അടുത്തേക്ക് അവിടെയുള്ള സ്ഥിരം വിസിറ്റർ വന്നു. പട്ടിയുടെ കടികൊണ്ട അഹങ്കാരം എൻ്റെ മുഖത്തില്ലെങ്കിലും അനുശ്രീയുടെ മുഖത്ത് നന്നായിട്ടുണ്ടായിരുന്നു. ഭാഗ്യവശാൽ ചൈൽഡ്ഹുഡ് ട്രോമയായിട്ട് പട്ടിയുടെ കടി ഞങ്ങൾക്ക് 2 പേർക്കും ദൈവം തന്നിട്ടുണ്ട്. എന്നിരുന്നാലും മനുഷ്യരെക്കാളും ലോയലാണ് ഈ മിണ്ടാപ്രാണികളെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെ പേടിച്ച് വരച്ചിരിക്കുന്ന അനുശ്രീയുടെ മുഖത്തുള്ള ഭാവങ്ങൾ പകർത്തിക്കൊണ്ടിരിക്കെ അച്ഛനും അമ്മയൊക്കെ തൊഴുതിറങ്ങുന്ന കണ്ടു. നേരെ പോയത് ക്ഷേത്രത്തിന് താഴെയുള്ള കുളക്കടവിലേക്കാണ്. നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു കുളത്തിൽ. താഴെയുള്ള മീനിനൊക്കെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പായൽ പിടിച്ചിടായതുകൊണ്ട് തന്നെ സ്ലിപ്പായി വീഴുമോ എന്നുള്ള ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. എങ്കിലും അമ്മ ഇറങ്ങി കുളത്തിൽ നിന്ന് കാലൊക്കെ കഴുകി കയറി. പിന്നെ ഞങ്ങൾ നേരെ പോയതൊരു ചായ കുടിക്കാനാണ്. അമ്പലത്തിന് മുന്നിലായിട്ട് കാണുന്ന റോഡിൽ ഒരു പഴയ ചായക്കടയുണ്ട്. അവിടെ പോയി ബെഞ്ചിലിരുന്ന് ഞങ്ങൾ ചായ ഓർഡർ ചെയ്തു. ശരിക്കും ഒരു നൊസ്റ്റാൾജിക് ഫീലാണ് അവിടെ. ഈ പഴയ കാലത്തേക്ക് പോകുന്ന ഒരു ഫീല്. ചില്ലുഭരണിയിൽ സൂക്ഷിക്കുന്ന മുറുക്ക്, അച്ചപ്പം, ബിസ്ക്കറ്റ് തുടങ്ങി ഞങ്ങൾ കുറച്ചു കാലം പിറകിലോട്ട് ഒന്ന് സഞ്ചരിച്ചു. അവിടെ ഉണ്ടായിരുന്നു നാട്ടുകാരുടെ പ്രിയങ്കരനായ ഒരു പട്ടിക്കുട്ടി. അങ്ങനെ തിരിച്ചു കയറിയപ്പോഴാണ് തൃക്കൈക്കുന്ന് ശിവക്ഷേത്രത്തിൽ കൂടി ഒന്ന് കയറിയാലോ എന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്.
പോരാത്തതിന് തിരിച്ചു പോരുന്ന വഴിയിലുമാണ് ഈ ക്ഷേത്രം. വാസ്തുവിദ്യാ വൈഭവത്തിന് പേരുകേട്ട അമ്പലമാണ് തൃക്കൈക്കുന്ന് മഹാദേവ ക്ഷേത്രം. പണ്ട് കോട്ടയം രാജാവ് കൊട്ടിയൂർ ഉത്സവത്തിന് പുറപ്പെടുന്ന സമയത്ത് അവിടെ വഴിമുടക്കിയ നാഗക്കൂട്ടവും ഒപ്പം തന്നെ ഉയർന്ന അശരീരിയുമാണ് ഈ ക്ഷേത്രത്തിൻ്റെ സ്ഥാപനത്തിന് വഴിയായതെന്നാണ് ഐതിഹ്യം. അവിടെ ക്ഷേത്രത്തിന് മുന്നിലായിട്ട് ഒരു അരയാലുണ്ട്. ആ അരയാലിൻ്റെ അടുത്ത് തൃക്കൈ അടയാളം കാണുന്നത്ര ഉയരത്തിൽ മണ്ണിട്ടുയർത്തി വേണം ക്ഷേത്രം നിർമ്മിക്കാനെന്നും അവിടെ ഞാൻ കുടിയിരിക്കുമെന്നും ഒരു അശരീരി ഉണ്ടായത്രേ. അങ്ങനെ തൃക്കൈ ഉയരത്തിൽ മണ്ണിട്ടുയർത്താൻ മുൻഭാഗത്ത് നിന്ന് മണ്ണ് നീക്കിയ സ്ഥലമാണത്രേ അവിടെ കോട്ടയം ചിറയായിട്ട് മാറിയത്. ക്ഷേത്രത്തിൻ്റെ ചിറ എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. ഞങ്ങൾ പുറമേ നിന്ന് കാണുന്ന പോലെ ഒന്നും ആയിരുന്നില്ല. അടുത്തോട്ട് പോയപ്പോൾ തന്നെ അതിൻ്റെ വലുപ്പം ഞങ്ങൾക്ക് മനസ്സിലായി. ശരിക്കും പറഞ്ഞാൽ പ്ലാനിലില്ലാത്തൊരു വിസിറ്റായിരുന്നു തൃക്കൈക്കുന്ന് ശിവക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ ആ വഴി പോകുന്ന സമയത്ത് അച്ഛനാണ് പറഞ്ഞത് നമുക്ക് ചിറയൊന്ന് കണ്ടിട്ട് വരാമെന്ന്. അങ്ങനെ കോട്ടയം ചിറ കാണാൻ പോയ ഞങ്ങളാണ് തൃക്കൈക്കുന്ന് ശിവക്ഷേത്രത്തിൽ കയറി തൊഴുതിറങ്ങിയത്. ഏകദേശം തൊഴുതിറങ്ങുമ്പോഴേക്കും നല്ല വെയിലായിരുന്നു. അവിടെ അമ്പലത്തിൻ്റെ പുറത്തായിട്ട് ബ്രാഹ്മിൺസിൻ്റെ ഈ കറി പൗഡറുകളും ചമ്മന്തിപ്പൊടി അങ്ങനെ അലറച്ചില്ലറ സാധനങ്ങൾ വിൽക്കുന്ന ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മമാരെ അറിയാലോ, അവർക്ക് ഇങ്ങനത്തെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ വാങ്ങാതിരിക്കാൻ വയ്യ. അങ്ങനെ അവിടെ പോയി ഞങ്ങൾ 2-3 ഐറ്റംസും പർച്ചേസ് ചെയ്തു. വെയിൽ മാത്രമല്ല, എല്ലാവർക്കും നന്നായിട്ട് വിശക്കാനും തുടങ്ങി. പിന്നെ ഒന്നും നോക്കിയില്ല, എവിടെയാണോ ഹോട്ടൽ കാണുന്നത് അവിടേക്ക് പോകാമെന്നായി. രസം എന്ന പേരുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ കയറിയത്. ഫുഡ് ഓർഡർ ചെയ്തു. അങ്ങനെ ഫുഡ് വന്നു, കഴിക്കാൻ തുടങ്ങി. നല്ല വിശപ്പുണ്ടായിരുന്നു. ഇനി നേരെ വീട്ടിലോട്ടാണ്. ഏകദേശം 10-10:30 അടുത്തു ഞങ്ങൾ തിരിക്കാൻ. ഈ പുഴ എന്ന് പറയുന്നത് അഞ്ചരക്കണ്ടി പുഴയുടെ ഒരു ബ്രാഞ്ചാണ്. തീരദേശ റോഡുകൾ വികസിച്ചപ്പോൾ വീട്ടിലേക്കുണ്ടായ പുതിയൊരു റൂട്ടാണ് ഇത്. മമ്മാക്കുന്ന് പാലം തൊട്ട് എൻ്റെ വീട് വരെ നല്ല കാഴ്ചകളാണ്. പണ്ട് ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ ഉണ്ടാക്കിയൊരു പാലമാണിത്. അതിൻ്റെ അവസ്ഥ ഇന്ന് ഇതാണെങ്കിലും പണ്ട് തൊട്ടേ പോയിക്കൊണ്ടിരിക്കുന്ന 2 പേരും മാത്രം ഉപയോഗിക്കുന്ന ഒരു പാലം. പിന്നെ ഇതാണ് ജഡ്ജ് ബംഗ്ലാവ്. പണ്ട് ജില്ലാ ജഡ്ജായിരുന്ന ഒരു നാരായണൻ നായർ ബിൽട്ട് ചെയ്തൊരു ബംഗ്ലാവാണ് ഇത്. ഇന്നത് ദ ഹെറിറ്റേജ് 1866 എന്ന് അറിയപ്പെടുന്ന ഒരു റിസോർട്ടായിട്ട് മാറിയിട്ടുണ്ട്. രായുരു നായർ എന്നറിയപ്പെടുന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടേതാണ് ഇതെങ്കിലും ഇതിപ്പോൾ സർക്കാരിൻ്റെ കീഴിലാണ് നടത്തിപ്പ്. ഇതൊരു 8-കെട്ട് തറവാടാണ്. പിന്നെ ഇതിൻ്റെ പ്രകൃതി ഭംഗി എന്ന് പറയുന്നത് തൊട്ട് മുന്നിലായി കാണുന്നത് ഈ പറഞ്ഞ അഞ്ചരക്കണ്ടി പുഴയുടെ ബ്രാഞ്ചാണ്. അപ്പോൾ നാട്ടിലെ ഇങ്ങനെയുള്ള നല്ല കാഴ്ചകൾ കൂടി പകർത്തിക്കൊണ്ട് ഈ വീഡിയോ ഞങ്ങൾ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ സ്വസ്തിയുടെ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്.